എല്ലാവരും ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതല്ല. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്? അതെ, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു സാധാരണ വിദ്യാർത്ഥി പോളിടെക്നിക്കിന് ശേഷം ഒരു ഒറ്റയാൾ പോരാട്ടം, തനിയാൾ എന്ന് പറയുന്ന പോലെ വൺമാർഷമായിരുന്നു ഇതുവരെയുള്ള ലൈഫ്. അങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുന്ന സമയത്ത് ഫസ്റ്റിലെ ഞാൻ ചെയ്യുന്നത് രാജസ്ഥാനിൽ ഒരു ആശ്രമമാണ്. 9 വർഷം കൊണ്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ദേവാലയങ്ങളുടെ പണികളിലാണ്. ഇതിൻ്റെ കൂദാശയുടെ സമയത്ത് ഇതിൻ്റെ പെയിൻ്റെങ്കിലും അടിച്ച് തീർന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കല്ലിട്ടത്. പക്ഷെ ഇത് ഒരു ദിവസം മുമ്പ് നമ്മളത് പൂർത്തീകരിച്ചു. ഇപ്പോൾ ഒരു പള്ളിയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ എല്ലാ ഫോൺ ഡിറ്റോക്സ് ആണ്, എല്ലാം ഒന്നുമില്ല. അപ്പോൾ അവർ നോക്കി കാണുന്നതൊക്കെ ഇതൊക്കെയാണ്. അവർക്കപ്പോൾ കുറേ കൂടി ഓരോ വട്ടം കാണുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഓരോ രീതിയിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം. M3 ഇൻ്റർനാഷണലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ചും കൂടി കാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്, അല്ലേ ജിജോ മോൻ? സോറി, ജിജോ ജോർജ്. അതെ, പ്രേക്ഷകർക്കറിയാം, നമ്മൾ ജിജോ ജോർജ് ആണ് ഒഫീഷ്യൽ നെയിം. ആരും ജിജോ മോൻ എന്ന് പറഞ്ഞാൽ ആരും വിളിക്കൊന്നും ചെയ്യരുത്. M3 ഇൻ്റർനാഷണൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷം? 9 വർഷങ്ങൾ. M3 ഇൻ്റർനാഷണൽ ആയത് 9 വർഷം കൊണ്ടാണ്. അതിനു മുന്നേ നമുക്കറിയാം നിങ്ങളൊരു പ്രവർത്തന മേഖല നമ്മൾ തുടങ്ങിയിട്ട്, അതെ, പ്രവർത്തന മേഖലയിൽ എത്തിയിട്ട് 9 വർഷമാവുന്നു. ഒരു സാധാരണ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്? സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു സാധാരണ വിദ്യാർത്ഥി പോളിടെക്നിക്കിന് ശേഷം അതാകുമ്പോൾ 1 വർഷം കൂടുതൽ എന്തോ കിട്ടും, അങ്ങനെ എന്തോ ഉണ്ട്, കുറച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം, അതായത് അവിടുന്ന് നമ്മൾ നേരെ, ഞാനൊന്ന് റിവൈൻഡ് ചെയ്യുവാണ്, അവിടുന്ന് നേരെ അരപ്പള്ളി, അവിടുത്തെ പിന്നെ പഠന ജീവിതം, പിന്നെ പള്ളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവിടുന്ന് നേരെ നാഗർകോവിൽ, അവിടുത്തെ ശ്രീകൃഷ്ണ പോളിടെക്നിക് കോളേജിൽ നിന്നുള്ള എൻജിനീയറിങ് പരിപാടികൾ. അത് കഴിഞ്ഞ് വീണ്ടും നേരെ നമ്മൾ അവിടുന്ന് നേരെ മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചാൽ നേരെ തിരിച്ച് എല്ലാവരും മുകളിലോട്ട് പോയപ്പോൾ ഇദ്ദേഹം മാത്രം നാട്ടിലോട്ടാണ് വന്നത്. സ്വന്തം ഹോം ടൗൺ ആയിട്ടുള്ള കൊട്ടാരക്കര വടകോടിലോട്ടാണ് വന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. അതിനുശേഷം ഒരു ട്യൂട്ടോറിയൽ, എവിടെയാണ് പഠിപ്പിക്കാൻ പോയത്? കാറ്റ് സെൻറ്ററിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു കുറച്ച് നാൾ. അതിനുശേഷം അതല്ല എൻ്റെ തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ ജീവിത വഴി ലക്ഷ്യം അതല്ല എന്ന തോന്നലിൽ സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ ആർക്കിടെക്റ്റിൻ്റെ പരമായിട്ടുള്ള വരകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. 3D കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഡിസൈനിങ് ചെയ്യുന്നു, പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം, തനിയാൾ എന്ന് പറയുന്ന പോലെ വൺമാർഷമായിരുന്നു ഇതുവരെയുള്ള ലൈഫ്. അപ്പോൾ അവിടുന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾക്കും ത്യാഗങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത്, എന്താ പറയുക, നാട്ടുകാരുടെ പുച്ഛവും എല്ലാ പരിഹാസങ്ങളും എല്ലാം നിറഞ്ഞൊരു വഴിയാത്രയിൽ അവസാനിക്കുന്നത് വലിയൊരു ഓൺട്രപ്രണറായിട്ടാണ്. ഒരു M3 ഇൻ്റർനാഷണൽ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത്, എന്താണ് ഇപ്പം നോക്കിക്കാണുമ്പോൾ എന്താണ് ഒരു 9 ഇയർ, അത് ചെറിയൊരു കാര്യമല്ല. അതായത് ഒറ്റയ്ക്ക് ഒരാൾ നമ്മൾ ചെയ്ത് ഒരാളുടെ പോലും ഒരു കൈത്താങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ, എസ്പെഷ്യലി നമ്മുടെ സൊസൈറ്റിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. ബട്ട് എന്നാലും എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഞാൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതേ ദിശയിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ശരി. അപ്പോൾ അങ്ങനെ ദിശയിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കുള്ളൊരു സങ്കടമുണ്ട്. എന്നൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ് അവിടേക്ക് എത്തുന്നത്, ഒരു ട്രാക്കിലല്ല നമ്മൾ. അപ്പം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായതുകൊണ്ട് ആ ട്രാക്കിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ ഡേ ബൈ ഡേ അതിനുവേണ്ടി ഒരു എക്സസൈസ് ചെയ്താണ്, അല്ലാതെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല. ഈ 9 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് M3 ഇൻ്റർനാഷണൽ. ഈ പറയുന്ന ഒരുപാട് ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഭയങ്കരമായിട്ടും സ്റ്റാർട്ടപ്പിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുറേ ആൾക്കാരത് അവരുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്താ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി, നമുക്ക് ചെയ്ത പെട്ടെന്ന് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നുണുക്ക് വഴിയിലൂടെയാണ്. ചില ആൾക്കാരത് പാപം എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്.
അപ്പം ബിസിനസ്സിൽ ഇറങ്ങാൻ നേരം എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരുക എന്നുള്ളൊരു തിരക്കഥയുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ആ ഒരു ആഗ്രഹം, നമ്മളാണ് അതിൻ്റെ തിരക്കഥ എഴുതുന്നത്. പിന്നെ ഒരു ദൈവാനുഗ്രഹം എന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇപ്പോൾ M3 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു പേര് പോലും നമ്മുടെ സ്വപ്നങ്ങളിലുള്ളതല്ല. നമ്മുടെ ആ യാത്രയിൽ അതിന് പല പേരുകളിൽ നിന്ന് ആ ഒരു ഉരുത്തിരിഞ്ഞ് വന്നതാണ്, ഉരുകി ആ ഒരു പേരിൽ എത്തിച്ചേർന്നതാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് ആകുന്നത് പോലും അങ്ങനെയാണ്. അത് അറിയത്തില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, പക്ഷേ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. എല്ലാവരും ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതല്ല. ബാക്കി ആരെങ്കിലും ബിസിനസ്സുകാരാവുന്നതുകൊണ്ടുള്ള അസൂയ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ലൈഫ് അതിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ലൈഫിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങിയത് കൊണ്ടൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഞാനൊരു വർഷം കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് നോക്കാം, ഒരു വർഷം കൊണ്ട് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു മരം ടൈം ലിമിറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയൊന്നും അല്ല. ഒരു മരം വളർന്നു വരുന്നു, അത് തൈ ആകുന്നു, അതാകുന്നു. അപ്പോൾ ഒരിക്കലും ഒരു മരം കൊണ്ടുവന്ന് നമുക്ക് തെങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് അത് തൈയിൽ നിന്ന് വളരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റും, എങ്ങനെയും ചെയ്യാൻ പറ്റും. എപ്പോഴാണ് നമ്മുടെ സക്സസ് വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് കിളിച്ച് വരുമ്പോഴേ സക്സസ് ആകും, ചിലപ്പോൾ കിളിച്ച് വലിയൊരു മരമായിട്ടായിരിക്കും വരുന്നത്. അത് പലരുടെ എക്സ്പീരിയൻസും പലതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, നമ്മളെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതിൽ പണമല്ല, പണമൊക്കെ ഒരു ആവശ്യമാണ്, അതൊരു ഘടകം മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഫണ്ട്, ഒരു ടൂളാണ് അത്, സപ്പോർട്ട് സിസ്റ്റം, അത്രയേ ഉള്ളൂ. അതിലുപരി നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ അതിലോട്ടൊക്കെ ഇറങ്ങി തിരിക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം നമ്മളൊരു കഥ പറഞ്ഞില്ല, പഴം എന്ന് പറഞ്ഞത്. നമ്മുടെ കഴിവ് എന്തുവെന്നുള്ളത് സ്വയം കണ്ടെത്തി നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. സ്വയം കഴിവ് കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് തന്നെ ഒരു പിടിയില്ല. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ പുറത്തു പോകുന്നതും ഈ പറയുന്ന. പിന്നെ ഇവിടുത്തെ ഒരു എക്കണോമിക് സിസ്റ്റം ഭയങ്കര വീക്കാണെന്നുള്ളൊരു ചിന്താഗതി. പക്ഷേ ഇവിടെ നിന്ന് സക്സസ് ആകുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 9 വർഷം താങ്കൾ ഫോക്കസ് ചെയ്തൊരു ഫീൽഡുണ്ട്, അതായത് എൻജിനീയറിങ്. ഈ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കുറേ എൻജിനീയറിംഗ് ഉണ്ടല്ലോ. അതിനകത്ത് ഒരു എൻജിനീയറിംഗ് ആണ് ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് എന്നുള്ളൊരു സംഭവം. അതിനകത്തും ഒരുപാട് ഇതുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു ഡോക്ടറായി കഴിഞ്ഞിട്ട് MBBS എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്കിന്നുണ്ട്, അതുണ്ട്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ വലിയ ബിൽഡിംഗ് ഉണ്ട്, വെക്കുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്, സ്കൂളുകൾ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീടുകൾ മാത്രം ഫോക്കസ് ചെയ്ത ആൾക്കാരുണ്ട്, ഇൻറ്റീരിയേഴ്സ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ജിജോ ജോർജ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഓഡിയൻസിന് അറിയേണ്ടത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് ജിജോ മോൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്തിനാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ M3 ഇൻ്റർനാഷണൽ ഫോക്കസ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് വർക്ക്സിലാണ്? എൻ്റെ ജീവിതം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്. എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു മനുഷ്യനാകണം എന്നുള്ള ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടൊരു ദൈവാനുഗ്രഹം എന്നൊരു ഘടകമുണ്ട്. അപ്പം നമ്മളറിയാതെ നമ്മളെ അവിടേക്ക് എത്തിക്കുന്ന ഒരു ശക്തി, അദൃശ്യമായിട്ടൊരു ശക്തിയുണ്ട്, ഒരു എനർജി. ഇപ്പം എൻ്റെ പഠിത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, പഠിച്ച് ഇറങ്ങി നമ്മൾ അങ്ങനെ ഫ്രഷായിട്ട് നിൽക്കുന്ന സമയത്ത് ഫസ്റ്റിലെ ഞാൻ ചെയ്യുന്നത് രാജസ്ഥാനിൽ ഒരു ആശ്രമമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ച കാര്യമല്ല അങ്ങനൊരു സംഭവം എൻ്റെ കയ്യിലോട്ട് കിട്ടുമെന്നും അതെനിക്ക് സക്സസ് ആക്കി കൊടുക്കാൻ സാധിക്കുമെന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അതൊരു ആശ്രമമാണ്, എന്തൊരു ഓർത്തഡോക്സ് സഭയുടെ ഒരു ആശ്രമമാണ്. ഒരു 7000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതിനകത്തൊരു ചാപ്പലുണ്ട്, ലൈബ്രറി ഉണ്ട്, റൂമുകളുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ ശൈലിയിൽ ഒരു ആശ്രമം നമ്മൾ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ പുനലൂരിൽ പേപ്പർ മില്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് പേപ്പർ മില്ല് പള്ളി ചെയ്തു. അവിടെയും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേർന്നതാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞപ്പോൾ ഇടുക്കിയിൽ ഒരു 2 പള്ളി ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂരൊരു പള്ളി ചെയ്യുന്നു. അപ്പോൾ തുടക്കം മുതൽ നമുക്ക്
ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ദേവാലയം, ക്രിസ്ത്യൻ ദേവാലയം എന്നുള്ളൊരു ഇത് ആരോ നമ്മുടെ പിന്നിൽ അവിടെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇത്രയും 9 വർഷം കൊണ്ടുള്ള ഇത് ഇപ്പം നമ്മൾ 2 പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം മലങ്കര കത്തോലിക്ക സഭയുടെ പള്ളിയാണ് നമ്മൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം മറ്റേ പെന്തക്കോസ്ത് സഭയുടെ ഒരു ചർച്ച്, ജാതിമതഭേദം ഒരു ദൈവികമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ നമ്മുടെ കമ്പനിയിൽ എവിടെയോ നമ്മളറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. 9 വർഷം കൊണ്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ദേവാലയങ്ങളുടെ പണികളിലാണ്. പിന്നെ ഈ ദേവാലയങ്ങളുടെ പണികൾ നമുക്ക് എത്തിപ്പെടുമ്പോഴും ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്. അതിനകത്ത് ഒരു ദൈവിക കണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പുനലൂർ നമുക്ക് BB എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 75ാമത്തെ ജന്മദിനം പ്രമാണിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് 3 ചാപ്പലുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ചാപ്പലിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിലൊരു കുരിശും തൊട്ടി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അവിടുത്തെ MDക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലൊരു ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണക്ട് ചെയ്യുന്നു. അപ്പം 20 ദിവസം കൂടെ ഉള്ളൂ ഇനി നമ്മുടെ ബർത്ത്ഡേക്ക് 20 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ MDയുടെ ആഗ്രഹം ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഇത് കൂദാശ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞ ഒരു സംഭവം ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇത് നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ദിവസം നഷ്ടപ്പെട്ടു. അവർക്ക് ഡേറ്റ് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ദേവാലയങ്ങളുടെയൊക്കെ ഒരു ഇത് നമ്മൾ ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ചെയ്യാനിരുന്നാലും അത് നടക്കത്തില്ല. ദൈവത്തിനൊരു തീരുമാനമുണ്ട്. ആ സമയത്ത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞതൊന്നും ഞാൻ ചെയ്തതല്ലെന്ന്. അങ്ങനെ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഇത് രാവിലെ കൊടുക്കുകയും വേണം. ആ ഒരു ടെൻഷൻ കിടക്കുന്നു. 2-3 പ്രാവശ്യം വരയ്ക്കാൻ ശ്രമിച്ചിട്ട് എനിക്കങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് ആരോ എൻ്റെ തോളി വന്നിങ്ങനെ തട്ടിയിട്ട എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിൽ പെട്ടെന്ന് തന്നെ ആരോ ഉണർത്തി. അപ്പോൾ ഞാൻ അങ്ങ് ഉണർന്നു. ഞാൻ എന്നിട്ടിരുന്നൊരെണ്ണം ചെയ്തത് ഞാൻ ഇപ്പോഴും പറയുന്നു, അത് ഞാനല്ല ചെയ്തത്. എന്നിലൂടെ അതെന്തോ ഒരു ഇത് പ്രവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനത് രാവിലെ തന്നെ അയച്ചു കൊടുത്തു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നീട് നോക്കാൻ നേരം പിന്നെ ഇനി ഒരു 10-16 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ 16 ദിവസമല്ല ഉള്ളൂ, ഇനിയിപ്പം നമ്മൾ നല്ലൊരു ദിവസമായിട്ട് അവിടെ ഇങ്ങനെ പൊളിച്ച് വാരി ഇട്ടേക്കണ്ട, നമുക്കത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ല, ഇതെനിക്ക് ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റും, നമുക്കത് ചെയ്യണം. കാരണം അതെനിക്കങ്ങ് അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും അവസാനം പിന്നെ 15 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ സമയം നഷ്ടപ്പെടുത്താതെ അത് ചെയ്യാനുള്ളൊരവസരം തന്നു കഴിഞ്ഞാൽ ഞാനത് പൂർത്തീകരിച്ച് തരാം. 15 ദിവസമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂദാശി കല്ലിടാൻ അവിടുത്തെ അവിടുത്തെ വികാരി റമ്പാച്ചനാണ്. റമ്പാച്ചൻ വന്ന് കല്ലിടുന്നു, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 14ാമത്തെ ദിവസം രാവിലെ 6 മണിയായപ്പം നമ്മളിത് പൂർത്തീകരിച്ചു. 15ാമത്തെ ദിവസം ഇതിൻ്റെ കൂദാശയ്ക്ക്, അതായത് MDയുടെ ബർത്ത്ഡേയുടെ അന്ന് കൂദാശയ്ക്ക് നിൽക്കാൻ നേരം ആ റമ്പാച്ചൻ അന്ന് ഇങ്ങനെ പൊതുവായിട്ട് ഇതിൻ്റെ ആ ഒരു ഇനാഗുറേഷൻ ടൈമിൽ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ കൂദാശയുടെ സമയത്ത് ഇതിൻ്റെ പെയിൻ്റെങ്കിലും അടിച്ച് തീർന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കല്ലിട്ടത്. പക്ഷെ ഇത് ഒരു ദിവസം മുമ്പ് നമ്മളത് പൂർത്തീകരിച്ചു, മൊത്തത്തിൽ പൂർത്തീകരിച്ച് 14 ദിവസം കൊണ്ട് നമ്മൾ കുരിശടി പൂർത്തീകരിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം പിന്നീട് ഈ കുരിശടി വലിയൊരു ചർച്ചാ വിഷയം. അവിടെ ഒരുപാട് ഈ ബിഷപ്പുമാരൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വരുന്നതാണ്. അദ്ദേഹം സഭയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഒരുപാട് പേര് വന്ന് കാണുന്നവരെല്ലാം ഈ ഒരു കുരിശടിയെ ഒന്നുമില്ല, കുഞ്ഞൊരു സ്ഥാപനം, അതിനകത്തൊരു ദൈവീകത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ദൈവിക നിയോഗമായിട്ട്, ഞാൻ എപ്പോഴും ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടില്ലേ, ഒരു പള്ളിയിൽ അച്ഛനാവണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. പക്ഷേ ആ ആരാധനകളെല്ലാം നടക്കുന്ന ആലയം പണിയുവാനാണ് എൻ്റെ നിയോഗം. അതെ, അങ്ങനൊരു നിയോഗമാണ് എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എപ്പോഴും നമുക്കൊരു പള്ളിയുടെ ഒരു കൺസ്ട്രക്ഷൻ
വരുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള ദേവാലയങ്ങൾ ഇപ്പോൾ നമ്മൾ ഇടുക്കിയിൽ പുള്ളിക്കാനം എന്നൊരു സ്ഥലത്തൊരു ദേവാലയം ചെയ്തു. അതൊരു കുഞ്ഞ് 5-6 വീട്ടുകാർ മാത്രമുള്ള അവിടെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് പള്ളി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആ തോട്ടം തൊഴിലാളികൾ മാത്രം ഉള്ളൊരു കുഞ്ഞു ദേവാലയം, 5-6 വീട്ടുകാരേ ഉള്ളൂ. അവിടെ അച്ഛൻ എന്നെ അവിടെ നിന്ന് വിളിക്കുമ്പം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ജോ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയെ കൂടുതൽ ഞങ്ങൾക്ക് കണ്ടെത്താനില്ല, പക്ഷേ ഈ പള്ളിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, നമുക്കൊരു പുതിയ ദേവാലയം നമുക്ക് ചെയ്യണം, പുതിയ ദേവാലയത്തിനുള്ള ഫണ്ടില്ല, 10 ലക്ഷം രൂപ കൂടുതൽ നമുക്കിവിടെ സമാഹരിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനത് സൈറ്റ് വിസിറ്റിന് പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ള് കോടമഞ്ഞും ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. ഇടുക്കിയിലാണ്, ഹൈ റേഞ്ച് ആണ്. അതെ. അപ്പോൾ അവിടെ ചെന്നു, ഞാൻ മെഷർമെൻ്റ് എല്ലാം എടുത്തിട്ട് വന്നു, വീട്ടിൽ വന്ന് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എന്തോ ഒരു എന്താ പറയുക, നമ്മളൊന്നും പ്രവർത്തിക്കാത്ത തരത്തിൽ എന്തോ ഒരു ശക്തി എന്നിലൂടെ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മളൊരു സിമ്പിളായിട്ടൊരു ഡിസൈൻ അവിടെ കൊടുത്തു. അതൊരു 10 ലക്ഷം രൂപയെ താഴെ തന്നെ ആ വർക്ക് ആ ഇടവകയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അവിടെ എനിക്കുണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പോകണം. ഒരു കുഞ്ഞു ദേവാലയമാണ്, എപ്പോഴുമൊക്കെ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇടവകയാണ്. അവിടെ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോടമഞ്ഞ് പള്ളിക്ക് അകത്ത് കയറും, കുഞ്ഞു പള്ളിയല്ലേ. അപ്പോൾ ഈ നമ്മൾ ഇത് ഏതാണ്ട് സ്വർഗത്തിൽ നിന്ന് കാണുന്നൊരു ഫീല് നമുക്ക് കിട്ടും. കാരണം നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, ഫുള്ള് കോടമഞ്ഞ് കയറിയിട്ട് ഈ വിദൂരതയിൽ ഈ മൻബഹായ്ക്കുള്ളിൽ നിന്ന് ഈ ശുശ്രൂഷയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഒരു ആത്മീയമായിട്ടൊരു നമ്മള് വേറെ ഏതോ ഒരു ലോകത്തെത്തിയ ഒരു ഫീലിൽ നമുക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് യോജിച്ച രീതിയിൽ ആ ഒരു ഇടവകയുടെ അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് അതിനനുസരിച്ച് ആ തേയിലത്തോട്ടത്തിന് യോജിച്ച രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയും. അങ്ങനെ അവിടെ കുടികൊള്ളുന്ന ശക്തി എന്താണോ അവിടെ ആഗ്രഹിക്കുന്നത് അത് എന്നിലൂടെ എന്നെ ഏൽപ്പിക്കുന്നിടത്ത് സാധ്യമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പം അങ്ങനെ ഞാനിപ്പം ഓരോ കുരിശടികൾ പണിയുമ്പോഴും ഒരുപാട് കുരിശടികൾ ഞാൻ പണിയുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇതിൻ്റെയൊക്കെ കമ്മിറ്റികളിൽ പങ്കെടുക്കുമ്പോഴേ കമ്മിറ്റിക്കാരോടും ജനങ്ങളുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയുടെ കൂട്ടിരിക്കണം, പിന്നെ ഈ ഭാഗങ്ങളെല്ലാം ഇല്ല പള്ളിയുടെ കൂട്ടിരിക്കണം, ഇത് നമുക്ക് ഇങ്ങനെ ഇത് കണ്ടോ ഈ പള്ളിയുടെ കൂട്ടിരിക്കണം. അപ്പം ഇങ്ങനെ ഒരുപാട് റെഫറൻസുമായിട്ടാണ് നമ്മുടെ അടുത്ത്. ഞാൻ നമ്മുടെ പരുമല പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഞാൻ പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പണിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിൽ പോലും ഈ റെഫറൻസുകളെല്ലാം നമ്മൾ ശേഖരിച്ചു, കാരണം ഇടവകക്കാരുടെ ആണല്ലോ, അപ്പം ആ രീതിയിൽ നമ്മൾ ആ റെഫറൻസിനോടൊപ്പം അവിടെ കുടികൊള്ളുന്ന ശക്തി ആഗ്രഹിക്കുന്ന തരത്തിൽ എന്നിലൂടെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ചർച്ച് ആർക്കിടെക്ട് എന്നുള്ളൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുന്നുണ്ട്. അത് ശരി. അതായത് അങ്ങനെ വേണം സത്യം പറഞ്ഞാൽ. അങ്ങനെ അറിയോ ഒരാളെ സജസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഇത് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ആരെയും പരിചയമില്ല. ഞാനിങ്ങനെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചെടുക്കുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് സമയം കണ്ടെത്തി പഠിക്കുന്നു. എൻ്റെ അടുത്തെത്തുന്ന എൻ്റെ ക്ലയൻസാകാം, ഇടവകയാകാം, അല്ലെങ്കിൽ അച്ഛന്മാരാകാം, അവരെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പല കാര്യങ്ങളും ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവാറില്ല, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും. കാരണം നമ്മുടെ ക്രിസ്ത്യൻ പഴയ ദേവാലയങ്ങളൊക്കെ എടുക്കുമ്പോഴേ ഇന്ത്യൻ ഒരു കൾച്ചർ നിലനിർത്തുന്ന ഒരുപാട് പുരാതനമായിട്ടുള്ള ദേവാലയങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറയുന്നത് പഴയ പള്ളികളിൽ നമ്മൾ ചെല്ലാൻ നേരം ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നതിൻ്റെ കൂട്ട് ഈ ആനയും പന്നിയും കടുവയും പുലിയും സിംഹവും മയില് അങ്ങനെ ഉള്ള ചിത്രപ്പണികളും എല്ലാം കാണും. നമ്മൾ ബൈബിള് പഠിക്കുന്ന സമയത്ത് ഇതിനെല്ലാം ഓരോ റെഫറൻസുകൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അന്നുള്ള ആൾക്കാരത് വായിച്ച് പഠിച്ച് ആ ഒരു ബോധ്യത്തിൽ നിന്നാണ്
ഇതെല്ലാം അവരതിനൊരു വിഷ്വലിലോട്ട് മാറ്റി വിഷ്വൽ ചെയ്യാൻ ശ്രമിച്ചു. ഇന്ന് ഇപ്പം ChatGPT എടുത്ത് എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഈ റൂമിന്റെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തു തരും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു മേശരിയാകാം, ആശാരിയാകാം, അല്ല അന്നത്തെ ഒരു വലിയ കഴിവുള്ള മനുഷ്യനാകാം, എന്നിരുന്നാൽ തന്നെ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതിനെ വിഷ്വലൈ ചെയ്ത് തന്നിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് നമ്മൾ ആ കാണുന്ന പള്ളികളെല്ലാം. ഇന്നത്തെ ഒരു പള്ളിയിൽ എനിക്ക് ഒരു കാളയുടെ പടം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമോ? അതില്ല. അതുപോലെ എനിക്ക് ചോദിക്കുള്ളത്, ഇപ്പം ഈ ചർച്ച് പോലെ തന്നെ ക്ഷേത്രങ്ങളും മോസ്കുകളൊക്കെ അതിനെയൊക്കെ പറ്റി നോക്കി കാണാറുണ്ടോ? അതിനെയൊക്കെ പറ്റി എനിക്കൊരു ക്ഷേത്രത്തിൻ്റെ ഒരു എന്താ നമ്മുടെ ഒരു റിനോവേഷൻ്റെ വർക്ക് വന്നിരുന്നു. അതൊരു പ്രൈവറ്റായിട്ടൊരു വ്യക്തിക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്നെയായിരുന്നു അത് അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയത്. പക്ഷെ പിന്നീട് അത് നടന്നില്ല. ക്ഷേത്രകലയിലോട്ട് ഞാൻ കയറിയിട്ടില്ല, പക്ഷെ അത് ഞാൻ പഠിക്കുന്നുണ്ട്. അതെ, കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. ക്ഷേത്രകല എന്ന് പറയുമ്പം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു കൾച്ചറാണ്. നമ്മുടെ പഴയ പള്ളികളെല്ലാം എടുത്ത് നോക്കുമ്പോൾ ക്ഷേത്രങ്ങൾ പോലാണ് അതെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം മോറോവർ നമ്മുടെ ബേസിക് ഒരു ഹ്യൂമൻ്റെ എല്ലാ എല്ലാ പ്രഷർ പോയിന്റ്സിനെയും കൂടി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നൊരു പ്ലേസ് ആണല്ലോ. ഇപ്പോൾ നമ്മൾ പള്ളി ചെല്ലുമ്പോൾ നമ്മൾ ഒന്ന് ഹീലാവാനാണ് എല്ലാവരും പോകുന്നത് ബേസിക്കലി. അപ്പോൾ ഈ ഹീലാവുന്നത് ജസ്റ്റ് നമ്മൾ ആ പ്രാർത്ഥനയോടെ മാത്രമായിരിക്കില്ല. ആ ആംബിയൻസ്, കാറ്റ് വരുന്ന പോകുന്ന വഴി, വെട്ടം വരുന്ന പോകുന്ന വഴി, അപ്പം ഇതൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞ ദേവാലയങ്ങളുടെ ഉള്ളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ആരാധനയിൽ നമ്മൾ സാധാരണ വീട് പോലല്ല ദേവാലയം. നമ്മൾ ആരാധനകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ അതിൽ പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിൻ്റെ എപ്പോഴെങ്കിലും ഉള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ചിന്തകളാണ് നമ്മളിൽ മാറ്റം ഉണ്ടാകും. ഇപ്പം നമ്മൾ ജെഫിന് ശുശ്രൂഷക്കാരൻ, അപ്പം പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴെങ്കിലും ഒരു സെൻറ്റൻസ് വായിക്കുന്നവരായിരിക്കും, അതായിരിക്കും നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. എന്നതുപോലെ അവിടെ എത്തുന്ന ആൾക്കാരെ ട്രിഗർ ചെയ്യിക്കാനും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ ഉണർത്തുവാൻ ആ ദേവാലയത്തിൻ്റെ കലയ്ക്ക് സാധിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് കുറേ ഡിസൈനുകൾ നമ്മൾ, കാരണം ഇപ്പോൾ ഒരു പള്ളിയിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ എല്ലാ ഫോൺ ഡിക്ടോക്സ് ആണ്, എല്ലാം ഒന്നുമില്ല. അപ്പോൾ അവർ നോക്കി കാണുന്നതൊക്കെ ഇതൊക്കെയാണ്. അവർക്കപ്പോൾ കുറേ കൂടി ഓരോ വട്ടം കാണുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഓരോ രീതിയിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം. അപ്പം ഞാൻ എപ്പോഴും അത് ഞാൻ പറയില്ലേ, എൻ്റെ ചിന്തകൾ പലപ്പോഴും പലരും അത് അവർക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പരാജയമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ കാത്തിരിക്കുകയാണ് പൂർണ്ണമാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് അഞ്ചലൊരു അച്ഛനെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് ഈ പഴയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഈ ആരാധനയിൽ ഇപ്പം ഒരു ഉദാഹരണം പറയുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈബിൾ എന്ന് പറഞ്ഞ അതൊരു കലയാണ്. അതിനെ അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ വർണ്ണിച്ച് നമ്മളെ ആ ഒരു സൃഷ്ടിയെക്കുറിച്ച് നമ്മളെ ഒരുപാട് ആൾക്കാരുടെ എഴുത്തുകളൊക്കെ ക്രോഡീകരിച്ച് നമ്മൾ അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ അതിനെ ആവിഷ്കരിച്ചു. അപ്പം നമ്മളത് നമ്മുടെ ചിന്തയിൽ ഇപ്പം ജെഫിൻ വായിക്കുമ്പം ജെഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അതിനെ നമ്മൾ ചിന്തിച്ചു, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് അപ്പം ഞാനത് എൻ്റെ രീതിയിൽ ചെയ്യുന്നു. അതുപോലെ അപ്പം അങ്ങനെ ഒരു ബൈബിൾ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉരുത്തിരിഞ്ഞ് വന്നു. അതുപോലെ രാമായണം, ഭാഗവതം, അങ്ങനെ ഓരോരുത്തരുടെയും കലയാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ അത് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ കിട്ടിയ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട്, അല്ലെങ്കിൽ ഇനി എനിക്ക് ഇത്രയും തടസ്സങ്ങളുണ്ട് അത് മാറണം, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഒരു ദേവാലയത്തിലോ ഒരു ക്ഷേത്രത്തിലോ ഒരു മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കലാസൃഷ്ടി തന്നെ ആയിരിക്കണം ഈ ദേവാലയങ്ങൾ എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക്. നമ്മൾ കുറച്ച് കോളം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ബഡ്ജറ്റ് എടുത്ത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള എന്തൊക്കെയോ ഇവിടെ അങ്ങ് ചെയ്ത് ഒരു വലിയൊരു മാസം മറ്റേ
മഹേഷിന്റെ പ്രതികാരത്തിൽ ആ കുറച്ച് സ്ഥലം വിട്ടേക്കുന്നില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, അതെന്താണെന്ന് പോലും അറിയാത്ത വ്യക്തികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ശ്രീപത്മനാഭ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ സീലിങ്ങിൽ ഇപ്പം ഞാൻ എപ്പോഴും ആശയദാരിദ്ര്യം എന്നതുപോലെ ഈ ഡിസൈൻ ദാരിദ്ര്യം ചില സമയത്ത് അനുഭവിക്കാം. അപ്പം നമ്മൾ ഈ ശ്രീപത്മനാഭ കൊട്ടാരവും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഈ കൊട്ടാരങ്ങളെക്കുറിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാജകൊട്ടാരങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പൂവിനെ തന്നെ എത്രയോ രീതിയിലാണ് ഇമോഷൻസിന്റെ അയ്യേരികളിയാ. അപ്പം ഈ സീലിങ്ങിലാണെങ്കിൽ 300-400 പൂക്കളുടെ ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പൂവിന്റെ കൂട്ടല്ല അടുത്ത പൂവിന്റെ കൂട്ടല്ല, നിറത്തിലും ഷേപ്പിലൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആശയദാരിദ്ര്യമില്ല, ഈ ഡിസൈനകത്ത് ദാരിദ്ര്യമില്ല, നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പം അങ്ങനെ ചിന്തിച്ച് ഈ തരത്തിൽ ഒരു മനസ്സിനെ മാറ്റാൻ സാധിക്കുന്ന ദേവാലയങ്ങളാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ കുറച്ചധികം ഫണ്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം പണമുണ്ട് എന്ന് കരുതി ഈ ആകാശം മുട്ട ആൾക്കാരെ കാണിക്കല്ലോ അല്ല, നമ്മൾ അതിനകത്തെ ആ ഒരു കലയെ നമ്മൾ ഇതാക്കണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന കലകളെ നമ്മൾ പുനരാവിഷ്കരിക്കണം ദേവാലയങ്ങളിൽ. ഒരുപാട് നാൾ നിലനിൽക്കേണ്ട ഒരു അല്ലെങ്കിൽ ഓരോ ജനറേഷൻ പഴയ ദേവാലയങ്ങളിൽ ചെല്ലാൻ നേരം മയിലുകളുടെ ഒക്കെ പടം വരച്ചിട്ടുണ്ട്. ആ മയിലുകളുടെ ഒക്കെ പീലിക്കൊക്കെ ഒരുപാട് റെഫറൻസുകൾ നമ്മൾ ഇത് നോക്കാൻ നേരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത് അതിനകത്തോട്ടാണ്. ചർച്ച് ആർക്കിടെക്റ്റ് ആണ്. ഒരു 9 വർഷത്തെ തിരിച്ചറിവിൽ എനിക്കത്. ഇപ്പൊ എന്താണ് നമ്മുടെ M3 ഇന്റർനാഷണലിന്റെ പുതിയ അപ്ഡേറ്റ്സ്? M3 ഇന്റർനാഷണൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരും പണ്ട് നമ്മൾ അവിടെ നിന്ന് പറയുന്നത് നമുക്ക് കുറെ ആൾക്കാരൊക്കെ വേണം, ഓഫീസ് വേണം, അത് വേണം. ഓഫീസും സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പം എനിക്കൊരു ദേവാലയത്തിൻ്റെ വർക്ക് നഷ്ടപ്പെട്ടു പോയത്, അവർ കമ്മിറ്റിക്കാരിലൂടെ പള്ളി വന്നപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ ഇത് ചെയ്യുന്നു, ഇവർക്ക് വെള്ളം പോകണമെന്ന് പുള്ളിയും കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ളൊരു ഒരു ചിന്തയിൽ എന്നെ അവിടെ വെച്ചിട്ട് അവര് ജഡ്ജ് ചെയ്തിട്ട് എന്നെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. എക്സ്പീരിയൻസ് ഇല്ല, പിന്നെ 1 man ഷോയാണ്. അപ്പൊ ജിജോയെ ഇത് ഏൽപ്പിച്ചാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് എന്നോട് വന്ന് പറയാതെ ഞാൻ ഇനി ഈ മേഖലയിലോട്ട് തിരികത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങുവാണ്. അന്ന് രാത്രി കൃത്യം ഒരു 3 മണിയായപ്പം ഈ തട്ടി ഉണർത്തൽ എനിക്ക് ഉള്ളതാ. അന്നേരം എന്നെ ഇങ്ങനെ ആരോ ഒന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ഭയന്നു.